നമ്മുടെ നാട്ടിലെല്ലാം കാർ പോർച്ച് പോലെ ഇവരെ പോർച്ച് കണ്ട, തോണിയുടെ പോർച്ച്. അണ്ണേ ഇതിനകത്തു കൂടെ പോവോ ആവോ? അയ്യോ, ബാങ്കോക്കിലല്ല, നമ്മൾ ഇന്നലെ നൈറ്റാണ് ബാങ്കോക്കിലേക്ക് വന്നത്. സാലീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മക്ലൂങ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബാങ്കോക്ക് സിറ്റി അടിപൊളി സിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എല്ലാ ടൈമിലും സീസണാണ് ഇവിടെ. അതുപോലെ തന്നെ ജൂലൈ ടു ഒക്ടോബർ ആണ് ഇവിടുത്തെ മഴ വരുന്നത്. നമ്മൾ ശരിക്കും മഴ സീസണിലാണ് വന്നത്. പിന്നെ അധികം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ മഴയൊന്നുമില്ല. മെയ് ടു ജൂൺ വന്നിട്ട് നല്ല ചൂടുമാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ തന്നെ, അത്ര വലിയ ചൂടും വലിയ തണുപ്പും ഇല്ലാത്തൊരു കാലാവസ്ഥ. ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, നല്ല അടിപൊളി. നമ്മളിപ്പം ബാങ്കോക്കിൽ ഏതോ ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കേസ് പോകുന്നത്. ഇവിടെയൊക്കെ ഫാം കണ്ട, ഫിഷിംഗ് ഫാം, ഇഷ്ടംപോലെ മീൻ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. എത്ര എണ്ണാണ്. നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ നാടൻ പ്രദേശത്ത് കൂടെ പോകുന്നുണ്ട്. ഏകദേശം എല്ലാം സെയിം പോലെയുണ്ട്, നാടും ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടുത്തെ ആൾക്കാരും കാര്യങ്ങളും മാത്രമാണ് മാറുന്നുള്ളൂ. തേങ്ങയും മാങ്ങയും വാഴയും ഒക്കെ സെയിം ആയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കാണുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരും ഭാഷയും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളെ ബോട്ടിങ് നമുക്ക് ഏകദേശം നമ്മളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും കറങ്ങി വരുന്നതിന് 1 മണിക്കൂറത്തേക്ക് ഇവരെ ചാർജ് വന്നിട്ട് 2000 ബാത്താണ്. അപ്പോൾ നമുക്ക് വെക്കാം. അങ്ങോട്ട് ഇരുന്നു. അയ്യോ എൻ്റെ മോനെ. ഓക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെക്ലോങ്ങിലാണ് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഇനി എന്താണെന്ന് അറിയില്ല, ഇവിടെയാണ് കൊണ്ടുവന്നത്. നമുക്ക് നോക്കി നോക്കാം. അടിപൊളിയല്ലേ? നല്ല സെറ്റ് പരിപാടിയാണ് മോനെ. അതെ അതെ അതെ. ഒരു കനാലിലൂടെ നമ്മളിത് ഇവരെ എഞ്ചിനൊക്കെ കണ്ടു, വലിയ എഞ്ചിനാണ്. ഇത് വേണ്ട, ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുകയാണ്. ഇതേതോ ഗ്രാമപ്രദേശങ്ങളും കൂടിയാണ് പോകുന്നത്. ഇതുണ്ട, ഒരുപാട് കടകളുണ്ട്. എന്തെന്നാ ഇതെല്ലാം കത്തിയായിരിക്കും. ഇത് സംഭവം വെച്ചാല് ഓരോ ഇതുപോലത്തെ സ്ഥലത്തും ഇവരിങ്ങനെ നിർത്തി തരും. സംഭവം വെച്ചാല് ഇവര് നമ്മളെ നല്ലോണം ഫോഴ്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാം കടയുടെ മുന്നിൽ നിർത്തും. മാക്സിമം അവർ വാങ്ങിപ്പിക്കാൻ വേണ്ടി നോക്കും. ഇവർക്ക് വേറെ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഈ ടൂറിസ്റ്റുകളെ ആശ്രയിച്ചിട്ടുള്ള ഷോപ്പുകളാണ് കൂടുതലും. നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു യാത്ര ഭയങ്കര വൈബ് യാത്ര അല്ലേ? നല്ലൊരു അറ്റ്മോസ്ഫിയറിലൂടെ അടിപൊളി യാത്രയാണ്. പക്ഷെ കുറച്ച് പൈസ കൂടുതലാണ്. അതെ അതെ, പക്ഷെ കുറച്ച് പൈസ കൂടുതലാണ്. പക്ഷെങ്കിൽ 2000 ബാത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 4500 റുപ്യ 1 അവർ. നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷെങ്കിൽ ഇത് ഇമാരെ റേറ്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് വിട്ടുപോയത്. നമ്മളിത് പർച്ചേസ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഒന്നുമല്ല. നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക. നമുക്ക് തൽക്കാലം നമ്മൾക്ക് യാത്ര ചെയ്യണം, ഓരോ കാര്യങ്ങൾ കാണണം. നമ്മുടെ ഓപ്പോസിറ്റായിട്ട് സെയിം ഒരു വെള്ളം വരുന്നുണ്ട്, ഇതേപോലെ തന്നെയുള്ള. അയ്യോ, ഇടയ്ക്ക് ഈ ഷോപ്പില്ലാത്ത സ്ഥലത്ത് കൂടെ മിന്നി ചിളക്കുന്നുണ്ട്. ഈ ഷോപ്പിൻ്റെ അടുക്ക് വന്നാൽ നല്ലോണം സ്ലോ ആക്കും.
ബാക്കി എല്ലാ സ്ഥലത്തും മിന്നിച്ചിളക്കുന്നത് വേണ്ട. പണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ, ചുറ്റിലും കാണുവാൻ നല്ല സെറ്റപ്പാണ്. ബോട്ട് ചട്ടിയാന്ന് തോന്നുന്നു കിടക്കുന്നുണ്ടോ? ഉടുമ്പല്ലേ ഇത്? ഉടുമ്പ് ശരിക്കും ഈ ഭാഗത്തായിട്ട് തെങ്ങിൻ തോപ്പുകളാണ്, ഫുള്ള് നല്ല അടിപൊളി തെങ്ങിൻ തോപ്പുകളാണ്. നല്ല കൂള് പ്ലേസിലെ നല്ല കൂൾ പ്ലേസ്. ഇതെല്ലാം ഇവര് താമസിക്കുന്ന വീടുകളാണ്, ഇവിടെയുള്ള താമസിക്കുന്ന വീടുകൾ. ഈ വെള്ളം പൊന്തും തോന്നും കേട്ടാ. ഇവന്മാര് വീടൊക്കെ നല്ല ഹൈറ്റിലാക്കിയിട്ട് കെട്ടി വെച്ചോണ്ടാവും കേട്ടോ. കോൺക്രീറ്റ് ബീമിൽ ഹൈറ്റ് ആക്കിയിട്ട് കെട്ടിയിട്ടാണ് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ കണ്ട ഇഷ്ടം പോലെ ഷോപ്പുകളാണ്, ഇഷ്ടം പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളാണ്, ഇഷ്ടം പോലെ. അടിപൊളി. ഒരു ഭാഗത്ത് കംപ്ലീറ്റ് മാർക്കറ്റ്. ഇതൊക്കെ ഒരു സാധനം പോകുന്നുണ്ടോ? മുന്നിന്ന് വണ്ടി വരുന്നുണ്ട്, വെറുതെ നേരെ വരുന്ന. ഓക്കെ. ഇത് ഇത് മാറിയിക്കില്ലേ, സൈഡ് മാറ്റിയിക്കില്ലേ? ഇതിൻ്റെ സൈഡിൽ കൂടെ നടപ്പാതയാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് പോകുന്നത് പാതയുണ്ട്. ഇത് വഴിയാണ്, വഴി. അതുപോലെ തന്നെ പൈപ്പ് ലൈനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരെല്ലാ ഷോപ്പിലും നിർത്തുന്നതുകൊണ്ട് എന്തേലും ഒന്ന് വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് ഇതാ ഇവിടെയുള്ള ഈ കോക്കനട്ട് ഐസ്ക്രീം 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 100 ബാത്ത് വന്നിട്ട് ഒരു കോക്കനട്ട് ഐസ്ക്രീം. അപ്പോൾ രണ്ടും കൂടിയിട്ട് 200 ബാത്ത്. നമ്മളപ്പോൾ ഇതാ കോക്കനട്ട് ഐസ്ക്രീം വന്നിട്ടുണ്ട്. അടിപൊളി അല്ലേ? നമുക്ക് എന്തെങ്കിലും എല്ലാം ഒന്ന് വാങ്ങിക്കണ്ടേ, അതുകൊണ്ട് വാങ്ങിച്ചു. ഓക്കെ, സെറ്റ്. സനിൽ ഭായി അടിക്കുക തന്നു. നല്ല അടിപൊളിയല്ലേ? ഇവിടെ എല്ലാ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെയാണ്, 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാ ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയില്ല, ഇതെല്ലാം ഓപ്പൺ ആക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. ഒരു പ്രത്യേക രീതിയിലുള്ള എൻജിനൊക്കെ നോക്കിയേ. ഇതിൻ്റെ എൻജിനിൻ്റെ ഒക്കെ വലിപ്പമൊക്കെ വലിയ എൻജിനാട്ടോ. അണ്ണേ ഇതിനകത്തു കൂടെ പോവോ ആവോ? അയ്യോ, ഓഹോ, അടിപൊളി ഡ്രൈവറാട്ടോ ഒരു. അത് വന്നിട്ട് കോക്കനട്ട് ഷുഗർ ഫാമാണത്. ഇവിടെ ആക്ച്വലി 2 മണിക്കൂറത്തെ പാക്കേജ് എടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് പോവാം. നമ്മൾ വന്നിട്ട് ചെറിയ പാക്കേജ് എടുത്തോണ്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. വേറെ ടൂറിസ്റ്റ് ടീമാണ് എന്താവും. വേണ്ട, മറ്റേ ഇതിലെ വണ്ടിയിൽ സാധനം വെക്കുന്നുണ്ട. വേറെ ഏതോ ജംഗ്ഷനിലെത്തി. ഇതിന്റെ മേലെ കൂടെ കണ്ടോ ഹൈവേ റോഡ് പോകുന്ന കണ്ടോ? ഒരു കീച്ച് ഇളക്കോട്ടെ. ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് അടിച്ച് മിന്നിച്ചിട്ടാ പോകുന്നത്. നല്ല പോക്കമാണ്. ഇതൊക്കെ ഇവര് വീടും എല്ലാം ഒരുമിച്ചിട്ടുള്ളത്. എന്നാ വീടുണ്ട് അതോടെ. വെൽക്കം ടു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഇവർ വന്നിട്ട് വണ്ടിയിൽ വന്നിട്ട് വരും. ചിക്കനുണ്ട്, പിന്നെ കരിക്കുണ്ട്, പോർക്കുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്ന് നമുക്ക് വാങ്ങിച്ചിട്ട് നിൽക്കണം. ഇവരെ ഫുഡിൻ്റെ ഒരു പ്രത്യേകത, മാംഗോ ഇല്ലേ, മാംഗോൻ്റെ ഒപ്പരം
കുറച്ച് റൈസും കൂടി ഇട്ടിട്ട് എന്തെല്ലോ ചെത്തിയിട്ട് വെച്ചിട്ട് അത് കഴിയും. മാംഗോ സ്റ്റിക്കി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നോക്കിയത് വേറെ എന്തോ വരുതാ എന്തൊക്കെയോ സംഭവമാണ്. അതാ അതെ അതെ അതെ. ഇതെന്താണോ ആക്കിയത് എടാ, ഇത് നമ്മളെ ദോശൻ്റെ തൊട്ടുള്ള സാധനം എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഓരോ സ്ഥലത്ത് പോയാലും ഓരോ രീതിയിലാണ് ഇവരുടെ കൾച്ചറും ഫുഡും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മാർക്കറ്റാണ്. നല്ല വലിപ്പം, ഒരുപാട് ഇതേപോലത്തെ വള്ളങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. നിറച്ചും കിടക്കുവാണ്, ഫ്രഷായിട്ട് കിടക്കുവാണ്. ഒരു അമ്മൂമ്മ വന്നിട്ട് സാധനങ്ങൾ, അയ്യോ ഈ പ്രായത്തിലല്ലേ നോക്കിയുടെ അധ്വാനിക്കുന്ന മനസ്സ് നോക്കിയില്ലേ, ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നല്ല പ്രായമാണ്. ഇതെന്താ അവിടെ, ഇത് ചക്കയോ? ഇതാണ് മറ്റേ നമ്മളെ മാതൃനാരങ്ങയില്ലേ? ആ നാരങ്ങ. അത് നാരങ്ങ ചക്കയല്ല, നാരങ്ങ. എടാ, ആ അമ്മൂമ്മ ക്യാപ്പ് വെക്കുന്നുണ്ടാ? അത് ഇല്ല ഇല്ല, അത് വേറൊരു ടൈപ്പ് ക്യാപ്പല്ലേടാ? അതെ 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 അതെ, കൂടുതൽ ആ ഒരു ചൈനീസ് ലുക്ക് തന്നെ ഉണ്ട് അവിടെ. ജോലി ചെയ്യുന്നു എല്ലാ ഷോപ്പിലും ലേഡീസാ കൂടുതലും. ആണുങ്ങൾ ഫുള്ള് മടിയന്മാരാന്ന് തോന്നുന്നു. നമ്മളെ കടത്തിപ്പോയി അണ്ണേ, അവരൊക്കെ നമ്മളെ കടത്തുന്നു അണ്ണേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മടിയന്മാരാണ്. നമ്മളെ വീട്ടിൽ തന്നെ അങ്ങോട്ട് നിൽക്കുക. ഓരോ നാട്ടിലെയും ഓരോ പൈതൃകങ്ങളും അവരുടെ കാഴ്ചകളൊക്കെ കാണണ്ടേ? എന്താല്ലേ അടിപൊളി മോനെ. അതെ അതെ, പിന്നെന്നാ ഫ്ലോട്ടിംഗ് എല്ലാം മാറ്റിയിട്ട് ഇവര് തോണി തന്നെ കച്ചവടം ചെയ്യാൻ തുടങ്ങി തോന്നുന്നു. ഫ്ലോട്ടിംഗ് എന്നല്ല, ഇത് തോണി തന്നെ കച്ചവടം ചെയ്യാൻ. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ശരിക്കും എനിക്ക് തോന്നുന്നത് തുഴഞ്ഞിട്ടാ പോകാൻ പാടുള്ളൂ. അങ്ങനെയാണോടാ? അതെ അതെ അതെ, അതായിരിക്കും. തോണി നോക്കി. അയ്യോടാ, കൊച്ചുക്കള് പോന്നടാ. അയ്യോ പാവം, പടിയൊക്കെ കുത്തിക്കൊണ്ടാ പോകുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം കാർ പോർച്ച് പോലെ ഇവരെ പോർച്ച് കണ്ട, തോണിയുടെ പോർച്ച്. ഇഷ്ടം പോലെ വിദേശികൾ ഇവിടെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഒരു പരിപാടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ. അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്, പഴയ കൊട്ടാരത്താന്ന് തോന്നുന്നു, രാജ കൊട്ടാരത്താന്ന് തോന്നുന്നു. നമ്മളെ വലിയൊരു സംഭവമാണ്.